ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനായിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു 250 ഗ്രാം അളവിലാണ് വെണ്ടയ്ക്ക ഉള്ളത്. ഒരു 1/4 കിലോ വെണ്ടയ്ക്കയുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ വെണ്ടയ്ക്ക നോക്കി എടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് നല്ലതുപോലെ വിളഞ്ഞ വെണ്ടയ്ക്ക എടുക്കണ്ട, ഇളം വെണ്ടയ്ക്ക നോക്കി എടുക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുകയാണ്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ വെണ്ടയ്ക്കെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രം ഇതിട്ടിരുന്നാൽ മതിയാവും. കൂടുതൽ സമയം ഇടേണ്ട. കൂടുതൽ സമയം ഇടുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഒരു പകുതി അളവിൽ മാത്രം നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. നമ്മളിപ്പോൾ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ എണ്ണ അധികം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഫ്രൈങ് പാനിലിട്ടിട്ട് നന്നായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താലും മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക നല്ലതുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. ആ വഴുവഴുപ്പ് എന്ന് പറഞ്ഞ ആ സംഭവം അതങ്ങ് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയും നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണിത്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനി ഒരുപാട് സമയം നമ്മളിത് വെള്ളത്തിലേക്ക് ഇട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മാറ്റാം. നമ്മുടെ ഈ വെണ്ടയ്ക്കയെല്ലാം അത്യാവശ്യം ഇപ്പം നല്ലതുപോലെ ചൂടാണ്. അപ്പോൾ ഈ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. നല്ലതുപോലെ തിന്നായിട്ട് വേണം, മാക്സിമം തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ സവാളയുടെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. ഇതിൽ നിന്നും കുറയ്ക്കാൻ വേണ്ടി നിൽക്കണ്ട. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി. അപ്പോൾ ഈ സ്പ്രിംഗ് ഓണിയൻ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇതും കൂടി ചേർത്തേക്കണം. നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ട് വെക്കുന്നത് എന്ത് റെസിപ്പിയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടി സ്പ്രിംഗ് ഓണിയനും കൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മളിതാ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക വന്നിട്ട് ഇതുപോലെ നല്ല തിന്നായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഒരുപാട് കനത്തിലിങ്ങനെ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 മുട്ടയും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു 1/4 കിലോ വെണ്ടയ്ക്കയ്ക്ക് 3 മുട്ടയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടിയാണ്. അപ്പോൾ ഈ കോൺഫ്ലോറിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദാമാവും ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്തേക്കണം. ഈ ഒരു അളവിൽ വളരെ കുറച്ച് മാത്രം മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. കൂടെ തന്നെ നമ്മുടെ ഈ വെണ്ടയ്ക്കും മുട്ടയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചേർക്കരുത്. ഈ മുട്ടയിലിട്ട് തന്നെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മുട്ടയും വെണ്ടയ്ക്കയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. ഈ ഫ്രൈയിങ് പാനിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോസ് പാൻ ഉണ്ടെങ്കിൽ അതിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്രൈയിങ് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ എണ്ണ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കയും മുട്ടയുടെയും മിക്സ് ഒന്ന് ചേർക്കാം. നമ്മുടെ വെണ്ടയ്ക്കയുടെ ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന ഫ്രൈയിങ് പാൻ ആണെന്നുണ്ടെങ്കിലും സോസ് പാൻ ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഇത് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചെറുതായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ആകുന്നത് പോലെ ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം. അതായത് ഒരല്പം പോലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. എങ്കിൽ പിന്നെ മുട്ട ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ നല്ലതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതിയാവും. അതിനുശേഷം പിന്നീട് നമുക്ക് തിരിച്ചിടാവുന്നേ ഉള്ളൂ. നമ്മുടെ ഈ വെണ്ടയ്ക്കയുടെ ഒരു സൈഡൊക്കെ ഇപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ വെണ്ടയ്ക്കയുടെ ഒരു സൈഡൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഫ്ലെയിം നന്നായിട്ടത് കുറച്ച് വെച്ചതിന് ശേഷം വേണം വേവിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ഇതിന് മുകളിലേക്ക് ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് വിതറി കൊടുക്കാം. നമ്മൾ സാധാരണ വറ്റൽമുളക് വറുത്ത് പൊടിച്ചത് തന്നെയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഇതിന് മുകളിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിരിച്ചെടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം നേരെ നമുക്ക് വീണ്ടും നമ്മുടെ ഫ്രൈയിങ് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി പഴയതുപോലെ തന്നെ ഒരുപാട് സമയം നമുക്കിത് വെക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1 മിനിറ്റ് മാത്രം നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് മറു സൈഡ് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ 1 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 1 മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിത് ഏത് പ്ലേറ്റിലേക്കാണോ എടുക്കുന്നത് ആ പ്ലേറ്റിലേക്കൊന്ന് തിരിച്ച് കമഴ്ത്തി തട്ടിയാൽ മാത്രം മതിയാവും. ഇതുപോലെ ഒന്ന് കമഴ്ത്തി തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡായിട്ട് നല്ല ടൊമാറ്റോ സോസ് മാത്രം മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ കുട്ടി കുട്ടി പീസാക്കിയതിന് ശേഷം ഓരോ പീസായിട്ട് നമുക്ക് അങ്ങനെ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നേ ഉള്ളൂ. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.